ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അധികം ചേരുവയൊന്നും നമ്മൾ ചേർക്കുന്നില്ല, ഉള്ള സാധനങ്ങളൊക്കെ തന്നെ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഇച്ചിരി ഉലുവപ്പൊടി എടുത്തു, കരിവേപ്പില, പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മസാല, കുരുമുളക്. ഇത് ഞാൻ ഇച്ചിരി ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളാണ്. 1/2 കിലോ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കാം. ഇനി നമുക്ക് വേണ്ടുന്ന നാരങ്ങ നീരാണ്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിന്നൊരു സ്പെഷ്യൽ ഐറ്റം ചേർക്കുന്നുണ്ട്, അതായത് വെണ്ണ. ഇന്നിപ്പോൾ ഞാൻ മോരരിഞ്ഞപ്പം കുറച്ച് വെണ്ണ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ ചേർത്ത് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിത് കുറച്ചായിട്ട് പറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് വേറെ ഓയിലൊന്നും വേണ്ട. ഇത് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കൈകൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം ഇനി ബാക്കി വെണ്ണയും കൂടി ഇതിലോട്ട് ഒഴിക്കാവുന്നതാണ്. എല്ലാം ചേർത്തിട്ടുണ്ട്. നമ്മുടെ വെണ്ണയൊക്കെ ചേർത്തപ്പം തന്നെ ആ ഗ്രേവിക്കൊരു നല്ല മണമുണ്ട്. എപ്പോഴും നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക, എങ്കിലേ അത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാൻ ഒക്കത്തുള്ളൂ. ഇപ്പം വരട്ടിയപ്പം തന്നെ അതിനൊരു മണം, വെണ്ണയുടെ മണമില്ലേ. ഇതിന് നമ്മൾ വേറെ ഓയിലൊന്നും ഒഴിക്കണ്ട. ഇങ്ങനെ നന്നായിട്ടെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. നമ്മളിതെല്ലാം പുരട്ടി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല ഇതൊരു 20 മിനിറ്റെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എപ്പോഴായാലും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് അത് തയ്യാറാക്കി വെക്കുക. ഒരു 10-20 മിനിറ്റ് വെക്കുക. അപ്പം നമ്മുടെ ഗ്രേവി എല്ലാം ഇത് കഷ്ണത്തിലോട്ട് നന്നായിട്ട് പിടിച്ച് കിട്ടും. അങ്ങനെ ഇരിക്കട്ടെ. അപ്പം നമ്മൾ ചട്ടിയിലോട്ടൊരു സ്വല്പം വെണ്ണയും കൂടെ ഒഴിക്കുകയാണ്. ഇതൊന്ന് അരിഞ്ഞ് ചേരുമ്പം നമുക്ക് ചട്ടിയിലൊന്നും പിടിക്കത്തില്ല. ഇതിലേക്ക് നമുക്ക് ഓരോ കഷ്ണവും പറക്കി വെക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി ഇത് വറുത്ത് കോരിയെടുക്കാം. നമ്മൾ വേറെ എണ്ണയൊന്നും ഒഴിക്കത്തില്ല, ചെറിയ തീയിൽ വേണം. എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം പെട്ടെന്ന് നമ്മളാക്കി കൂട്ടരുത്. ചെറിയ തീയിലിട്ട് പതുക്കെ മുരിഞ്ഞ് കിട്ടണം, എങ്കിലേ അത് കരിഞ്ഞു പോകാതിരിക്കത്തുള്ളൂ. അപ്പോൾ ഇതിനി ഇങ്ങനെ ഇടുന്നൊന്ന് വേവട്ടെ. നമുക്കപ്പോഴത്തേന് ഇതിൻ്റെ ഒരു ചെറിയൊരു കൂട്ടുണ്ട്, അതുകൊണ്ട് ആക്കിയെടുക്കാം. നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റാണ് തേങ്ങ. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ചിക്കൻ എന്തായാലും നോക്കാം. അപ്പം ചിക്കനെല്ലാം ഒരു വശം നന്നായിട്ട് മൂത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഈ വെണ്ണയെല്ലാം ഉരുകി ഇറങ്ങിയിട്ടുണ്ട്, നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് തിരിച്ചിടാം. ഞാൻ ഒട്ടുമേ എണ്ണ ഒഴിച്ചിട്ടില്ല, ആ വെണ്ണ ഉരുകി ഇറങ്ങിയതാണ്.
ഇതിൻ്റെ മണം കൊണ്ട് ഇവിടെ അങ്ങ് നിൽക്കാൻ വയ്യ. ലേസ് കണ്ടില്ലേ, ഒരു നല്ല കളറ്. നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ ചെറിയ തീയിലിട്ട് ചെയ്യാൻ പഠിക്കുക. പയ്യെ തിന്നാൻ പനിയും തിന്നാമെന്നല്ലേ പറയുന്നത്. അപ്പം അക്രാന്തൊന്നും കാണിക്കരുത് നമ്മൾ. അതൊക്കെ ക്ഷമയോടെ വേണം എല്ലാം. പാചകം എന്ന് പറയുന്നത് ഒരു കല തന്നെയാണ്. അത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ ഒരു പിഞ്ചുപ്പ് ആ തേങ്ങയ്ക്ക് ചേർക്കണം. അപ്പോൾ അത് ടേസ്റ്റ് കിട്ടും. എന്നിട്ട് കരിവേപ്പില ഇടുക. നമ്മൾ ചില വറ്റൽമുളക് ചതച്ചതിട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ആകുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കോമ്പിനേഷനാവും. നമ്മുടെ തേങ്ങ എല്ലാം ഒരുവിധം മൂത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്കൊരു ശകലം സോസ് ഒഴിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ ഒരു മധുരവും നമുക്ക് ഗ്രേവിക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. ഷുഗറൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഇത് ഒഴിവാക്കാം. കണ്ടില്ലേ, നമ്മുടെ തേങ്ങയ്ക്ക് നല്ലൊരു ഭംഗി വന്നിട്ടുണ്ട്. ഇപ്പം നോക്ക്, എന്തൊരു ഭംഗിയാണ് കണ്ടോ. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാനെടുക്കാം. ചിക്കൻ വറുത്ത് കഴിയുമ്പം നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. ഈ ഒരു ചേരുവ ചേർക്കുമ്പം തന്നെ ഫ്രൈയുടെ ടേസ്റ്റ് മാറും. അപ്പോൾ നമ്മുടെ ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ ഡെക്കറേഷൻ ഇട്ട് കൊടുക്കാം. എന്താ ഒരു ഭംഗി. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഈ ടേസ്റ്റ് നല്ലതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്ത് നോക്കുക. അല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് തരുക. ആ ബെല്ലൈക്കനും ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് ആളെന്ന ഓപ്ഷനോടൊന്ന് എനേബിളാക്കി കഴിഞ്ഞാൽ ഞാനിടുന്ന വെറൈറ്റി വീഡിയോസൊക്കെ ആദ്യമേ കിട്ടുന്നതായിരിക്കും. അപ്പം ശുഭദിനം ആശംസിച്ചുകൊണ്ട് നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.